ഹലോ, ഞങ്ങളുടെ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുക. അവിടെ എപ്പോഴും നല്ല ഉറച്ച് പാട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ ഈ നിന്ന് സംസാരിക്കുന്നതിന് വരെ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയണേ. കോപ്പിറൈറ്റ് എന്ന് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോയിലൊക്കെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള പാട്ടുകളോ അതുപോലെ ഓൾറെഡി യൂട്യൂബിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതുപോലത്തെ സിനിമ പാട്ടുകളും മറ്റുമൊക്കെ നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കോപ്പിറൈറ്റ് ക്ലെയിം വരും. എന്നുവെച്ചാൽ അല്ലാത്ത ഒരു കോണ്ടൻറ്റ് നമ്മുടെ വീഡിയോയുടെ ഒരു ഭാഗത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ വരും. എനിക്കൊക്കെ ധാരാളം വീഡിയോസിൽ അതുപോലെ പറ്റിയിട്ടുണ്ട്. പണ്ട് സിംഗപ്പൂരിൽ, ഹൈദരാബാദിലൊക്കെ എടുത്ത ഏതൊക്കെയോ ഹോട്ടൽസിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലത്തെ വീഡിയോസിലൊക്കെ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സിനിമ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും അത്ര ക്ലിയർ ആവില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറേ സംസാരിക്കുന്നുണ്ടാവും, ഫുഡ് കാണിക്കുന്നുണ്ടാവും. പക്ഷേ ആ വീഡിയോ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു സ്ട്രൈക്ക് വരും. ലൈക്ക് യു യൂസ്ഡ് അങ്ങനെ മറ്റൊരു ആളിൻ്റെ. പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം നമ്മൾ മനഃപൂർവ്വം ഇട്ടതായിരിക്കില്ല, നമ്മുടെ ബാക്കിൽ ആ സിനിമാ പാട്ട് വന്നതായിരിക്കാം. സോ അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനൊന്ന് നോക്കാം. എപ്പോഴും ഓസ് വലിച്ച് വെള്ളം ഒഴിപ്പിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് രണ്ട് പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ച് വയ്ക്കും. അപ്പോൾ എനിക്ക് നാളെ മറ്റന്നാളൊക്കെ വന്നിട്ട് പെട്ടെന്ന് അത് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ ഇരുന്ന ഒരു ചട്ടിയില്ല, ഈ ചെടി ഇങ്ങനെ ഇളകി വന്നു. അതിനൊന്ന് റീപ്ലാന്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ നടന്നില്ല. നല്ലൊരു ചട്ടിയിലോട്ട് നല്ലൊരു പ്ലാന്റാണ്. അതിനെ സേവ് ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. എനിക്കൊന്ന് നല്ലൊരു ചട്ടിയിൽ റീപ്ലാന്റ് ചെയ്യണം എന്ന് ഇവിടെ എത്തുമ്പോൾ ഞാൻ ഓർക്കും, പിന്നെ ഞാനങ്ങ് പോകും. നമ്മുടെ വെള്ള പോകാനില്ല, അവിടെ ഇരുന്ന് ആരും വലിയ കെയറൊന്നും കൊടുക്കാതെ താനെ പൂത്തു. അടുത്ത പ്രാവശ്യം ഗാർഡനേഴ്സ് വരുമ്പോൾ ഈ ചെടികൾക്കൊക്കെ നല്ലൊരു കെയർ കൊടുക്കണം. ഈ ഡ്രൈ ആയിട്ട് ഇത്തവണ വന്ന പുതിയ ആൾക്കാരായതുകൊണ്ട് ഞാനും കുറച്ച് തിരക്കായിരുന്നു. പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടെ വന്നൊക്കെ നിൽക്കണം. വന്നെനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പോയി. അല്ലെങ്കിൽ ഇതെങ്കിൽ ഈ ഉണക്കെല്ലാം വെട്ടി ഇതിന് കുറച്ച് വളമൊക്കെ ഇട്ടെങ്കിൽ ഇത് കുറച്ച് ഫ്രഷായിട്ട് വന്നേനെ. ജോബിനൊന്ന് ഓഫാക്കോ, പൈപ്പ് ഓഫാക്കണേ. ഒരു പഴയ സ്കിപ്പിംഗ് റോപ്പ് അതിവിടെ ഇട്ടിട്ട് കെട്ടി അതിനെ താഴോട്ട് ഇറക്കിയാണെങ്കിൽ താഴെ നോസിനെ ഇങ്ങനെ പൊക്കിയെടുക്കണം. ആന്തോറിയം ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് വെരി ഹാപ്പി. ഇതിൻ്റെ വലയോ സോപ്പ് വെള്ളം ഒഴിക്കണം എന്നാണ് കുമാരി പറഞ്ഞത്. ഞാനൊരു സാധാരണ വെള്ളം ആകെ ഒഴിച്ചു കൊടുത്തത്. കൊണ്ടുപോകുന്ന ദിവസം വളരെ ഹാപ്പിയായിരുന്നു. അയ്യോ, വർക്കാവുന്നില്ലല്ലോ. ഷോ എന്തോ പറ്റിയൊന്ന് ചെക്ക് ചെയ്യട്ടെ. ശരിയാ. ഈ ചെടിക്ക് എന്തോ പറ്റി. ഇത് ഞാൻ എക്സിബിഷൻ സെറ്റിന് വാങ്ങിച്ചത്. നീലപ്പൊന്മാനെ കാണാൻ മറ്റേ മറ സൈഡിൽ എൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. ആ നീലയൊന്നുമല്ല, ബ്രൗൺ കളർ. എൻ്റെ ഇതിൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. എവിടെ എൻ്റെ ഫോക്കസിൽ വരുന്നില്ലല്ലോ. ക്ലിക്ക് ചെയ്യുക, ആ പോയിന്റ് ക്ലിക്ക് ചെയ്യുക. നീല കളർ. ഓക്കെ. നീലപ്പൊൻ.
നീലപ്പൊന്മാൻ. ചിറകിന്റെ ഭാഗം. ഓക്കെ, നീലപ്പൊന്മാനിൽ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട് ജോബൻ പാടിയേ. ഞാൻ ഈ നീലപ്പൊന്മാൻ എവിടെ? എൻ്റെ വീഡിയോ ഉണ്ട്. എന്നും രാവിലെ ഇവിടെ ഉണ്ട്. കിച്ചുവിൻ്റെ ഫ്രണ്ടാണോ ഈ വീഡിയോ, ഈ കിളി? ഇവിടെ ഈ നമ്മുടെ തെങ്ങ് ഒരെണ്ണം ഫുൾ കേടായിപ്പോയി. അങ്ങനെ ഇത് വെട്ടാൻ വന്നപ്പോൾ കിച്ചു അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിൻ്റെ സ്കിൻ കണ്ടു. ഫോട്ടോ കാണിച്ച്. ദാറ്റ് മീൻസ് ഇവിടെ പാമ്പുണ്ട്. ഇന്നാൾ കിച്ചണിലും അവിടെ ഒരു പാമ്പ് വന്നായിരുന്നു, കുഞ്ഞി പാമ്പ്. പാമ്പാണ്, എന്നാലും എനിക്ക് പേടിയാണ്. കാണിച്ചേ കിച്ചന് കിട്ടിയ ഫോട്ടോ. തെങ്ങിൻ്റെ മണ്ടയിൽ പാമ്പിൻ്റെ പടം. എന്ത് പാമ്പ് വെച്ചു? നമുക്കെങ്ങനറിയാം? ചേരയാണോ? ചേര പടം പൊഴിയില്ല. അപ്പൊ ഈ ഫോട്ടോ കിച്ചു എങ്ങനെ എടുത്തു? ഫോക്കസ് ഓ ദാറ്റ്സ് എ സ്മോൾ തിങ്. അപ്പൊ എനിക്ക് കാണാം. പകുതി മുറിഞ്ഞു പോയി. പാമ്പ് കേറുവോ? കേറിയിരിക്കണം, അല്ലെ നമ്മളെന്തായാലും അവിടെ കൊണ്ട് വെച്ചതല്ലോ. അല്ലെങ്കിൽ വല്ല കിളികൾ കൊത്തി വെച്ചതാണോ? ഓ എന്തായാലും പ്ലാവിൽ കുഞ്ഞി ചക്ക വന്നിട്ടുണ്ട്. വെയിൽ കൊള്ളാൻ വേണ്ടിട്ട് എല്ലാം ക്ലീൻ ചെയ്യാം. കുറച്ച് നമ്മളെ സ്റ്റാർ ഫ്രൂട്ട്സ് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ ദിവസവും കിച്ചു ഇതിൽ കുറേ എണ്ണം പറിച്ച് അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ എന്നും മീനിലിപ്പോൾ ഇതാ. ഞാൻ ഇനി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ പോവാം. എൻ്റെ സിസ്റ്ററിൻ്റെ മോള് തൻവി ഇന്ന് എത്തുവാണ്. ആക്ച്വലി 26-ന് എത്തും എന്നാണ് പറഞ്ഞിരുന്നത്. 26-നെന്നാണ് എൻ്റെ പാരൻസും വിചാരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ഓസിയും തൻവിയും അത് ഇന്ന് വരുന്നത് 26 എന്ന് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പം ഞങ്ങളിത് അറിഞ്ഞതല്ല, ഇന്നലെ രാത്രി എപ്പോഴോ ആണ് ഓസി പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഓസി ഇന്ന് പോയി പിക്ക് ചെയ്തിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് അങ്ങ് നെട്ടയത്ത് പോകും. അവരിപ്പോൾ അപ്പോൾ ഇത് ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ 26-ന് തൻവി എത്തും എന്നുള്ളത് കൊണ്ട്, അതും നൈറ്റ് എത്തുന്നുള്ളത് കൊണ്ട് അവിടെ ചിലപ്പോൾ ഒരു അറേഞ്ച്മെൻറ്റ്സും ഓക്കെ ആയി കാണില്ല. അവർ കുറേ നാൾ നമ്മുടെ ഇവിടെ നിന്നതുകൊണ്ടും അവിടുത്തെ മുകളിലത്തെ നിലയിൽ ഒരു 3 ബെഡ്റൂമുണ്ട്. അത് 3ഉം പണ്ട് തൻവി ഇവിടെ കോളേജിൽ പഠിക്കാൻ നിൽക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുമ്പോൾ തൻവി ഓരോ റൂമാണ് മാറി യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ 3ഉം ഒരു തൻവിയുടെ റൂമാണ് അവിടെ. അപ്പോൾ അതെല്ലാം മറ്റന്നാൾ വൈകിട്ടല്ല, ഇന്ന് ടുഡേസ് 24th ഐ തിങ്ക്, 26th ഈവനിങ് വരുന്നതുകൊണ്ട് അവരെനിക്ക് തോന്നുന്നു കുറേ ക്ലീനിങ് ഒക്കെ ചെയ്തു. ഇനി ആ ഫൈനൽ ക്ലീനിങ് ഒക്കെ ഉണ്ടാവും മിക്കവാറും. എന്നോട് പറഞ്ഞിരുന്നു കുറേ ബെഡ്ഷീറ്റ്സൊക്കെ എല്ലാം കഴുകിയിട്ടു, തൻവിയുടെ പഴയ ക്ലോത്ത്സൊക്കെ കഴുകിയിട്ടു. അപ്പോൾ ഇതൊക്കെ ഉണങ്ങിയോ തിരിച്ചെടുത്ത് വിരിച്ചോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സർപ്രൈസ് പൊളിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ പാരൻസ് ആണെങ്കിൽ രാത്രി എന്നും ഓട്സ് മാത്രമായിരിക്കില്ലേ കഴിക്കുന്നത്. ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കഴിക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുഡൊന്നും അവിടെ പെട്ടെന്ന് തൻവി കൊടുത്താൽ അവർക്ക് സ്ട്രെസ്സാവും. വേഗം എന്തുണ്ടാക്കാം എന്ന് ആലോചിച്ചപ്പോൾ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ ബിരിയാണി ആക്കിയാലോ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പം ഞാൻ അത് ഇനി ചെയ്യാൻ പോവാം. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഷീസ് കമ്മിങ് ബാക്ക് ആഫ്റ്റർ അറൗണ്ട് 2020 ജാനുവരി പോയത്. അപ്പോൾ 21, 22, 23, 24 4 വർഷവും ഏകദേശം ഒരു 8 മാസവും കഴിഞ്ഞിട്ടാണ് തൻവി വരുന്നത്. തൻവിയുടെ കുഞ്ഞും വരുന്നുണ്ട്. അവന് 4 വയസ്സാകാറായി. ഓട്ടോ 4 വയസ്സാകാറ്. അപ്പം ഞാൻ പോയി എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കട്ടെ. ഇന്ന് അമ്മുവും ഈശാനിയും കൂടെ ഒരു സിനിമയ്ക്ക് പോവാം. മണിച്ചിത്രത്താഴ് വീണ്ടും കാണാൻ പോവാം. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു സിനിമ കാണാൻ പോകാമെന്നൊക്കെ വെച്ചാൽ എനിക്ക് ടോട്ടലി റിലാക്സ് ആയിരിക്കും. എന്തെങ്കിലും വർക്ക് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അതിന് വേണ്ടി ഒരു 3-4 മണിക്കൂർ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ ടെൻഷൻ ഫ്രീ, സ്ട്രെസ് ഫ്രീ, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് സിനിമയ്ക്ക് പോകാൻ ഒരു മൂഡ് വരും. പിന്നെ ഞാനും പണ്ട് തിയേറ്ററിൽ പോയി കണ്ട ഒരു പടമാണ്. എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയും ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും കൂടെ പണ്ട് ട്രിവാൻഡ്രത്ത് ശ്രീകുമാർ തിയേറ്ററിലാണെന്ന് തോന്നുന്നു മണിച്ചിത്രത്താഴ് റിലീസായതെന്ന് ഞങ്ങൾ പോയി കണ്ടതാണ്. എന്തായാലും ഇവർ രണ്ടുപേരും കാണാൻ പോകുന്നുണ്ട്. ഹൻസിന് ഇന്ന് വൈകുന്നേരം കുറച്ച് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഹൻസ് പോകുന്നില്ല എന്ന് പറയൂ. പക്ഷേ ഇന്ന് മഴ പെയ്യുമെന്ന് ഗൂഗിൾ ചേട്ടൻ പറ്റിച്ചു. ഗൂഗിൾ പറഞ്ഞ് ഇന്ന് മഴയായിരിക്കുന്നു. എന്തായാലും മഴയൊന്നും പെയ്തില്ല, നല്ല വെയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഹൻസ് പാവം പോയില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലായി. അവിടെ പാട്ടിൻ്റെ സൗണ്ട് കൂടുന്നു. ഞാൻ പോയി ചിക്കൻ ബിരിയാണി ചടപടേന്നാക്കട്ടെ. ഇച്ചിരി ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഒരു ഫാസ്റ്റ് ബിരിയാണി ആക്കട്ടെ.
പച്ചക്കറി, ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ, ഇത് നമ്മൾ അരി വെള്ളത്തിട്ട് വെച്ച്. Rambutan from my parents' house. സവാള ഒന്ന് ബ്രൗൺ ആവാൻ കുറേ സമയം എടുക്കും. ഭയങ്കര ഇറിറ്റേഷൻ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ടീ കുറച്ചിട്ടിട്ട് ഇച്ചിരി നേരം ഇങ്ങനെ റിലാക്സ് ചെയ്യും. കഴിഞ്ഞു. എനിക്കൊരു കോൾ വന്നു, അമ്മച്ചേനെ ഹെൽപ്പ് ചെയ്തത്. ഈ ബിരിയാണി എൻ്റെ ഫ്രണ്ട് ഹസീനയുടെ റെസിപ്പിയാണ്. ഫാസ്റ്റ് ഇപ്പോൾ ടൈമേ വേണ്ട, അതൊന്ന് വഴറ്റി ഒന്ന് കിട്ടുന്ന ഒരു ടൈം. പിന്നെ ചിക്കൻ തിന്നത് ലൈക്ക് സാധാരണ ബിരിയാണിയുടെ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സല്ല, ഈസിയാണ്. ഞാൻ ഇതേ രീതിയിലാണ് നമ്മൾ കുഞ്ചു ബിരിയാണി, മഷ്റൂം ബിരിയാണി എല്ലാം വയ്ക്കുന്നത്. ഇവിടെ ചിക്കൻ ആയതുകൊണ്ട് ഇച്ചിരി കൂടെ ഒന്ന് കുക്ക് ചെയ്യും. ആൻഡ് ചിക്കൻ ആകുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ അത് നമ്മളൊന്ന് ചോറിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ ചിക്കനിൽ ഇറങ്ങുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ അങ്ങോട്ട് ലാവിഷായിട്ട് ഇടുമ്പോഴാണ് ആ ഒരു ബിരിയാണി മണം വരുന്നത്. വരുന്നുണ്ട് മണം. ഓരോ പ്രാവശ്യവും ഞാൻ ഇതുപോലെ ബിരിയാണി ആയാലും ചിക്കൻ കറി എന്ത് വയ്ക്കുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിനേക്കാൾ എവിടെയെങ്കിലും ഒരു വ്യത്യാസം വരും. കാരണം എല്ലാം ഒരു എക്സാക്റ്റ് അളവൊന്നും ആയിരിക്കില്ല ഞാൻ നോക്കുന്നത്. അപ്പോഴത്തെ മൂഡനുസരിച്ച് ഇടും. നമുക്ക് ചിക്കനും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഇത് കുറച്ച് മുന്നേ മാരിനേറ്റ് ചെയ്ത്, മുന്നേ അല്ല ആക്ച്വലി ഒരു 2 മണിക്കൂർ മുന്നേ, 2-3 മണിക്കൂറാവും. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മുളക് പൊടി, ഉപ്പ്, ഇച്ചിരി തൈര്, പിന്നെന്താ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി. ഞാൻ പക്ഷേ ഇതിൽ വന്നാൽ ലിക്വിഡ് ഞാൻ ഒഴിക്കുന്നില്ല, ചിലപ്പോൾ നമ്മുടെ കണക്ക് തെറ്റും. ഞാൻ പോയി കൈ വാഷ് ചെയ്തിട്ട് വരട്ടെ. മൂന്ന് കുഞ്ഞു കോഴി വാങ്ങി. ഒരു എത്ര പീസുണ്ട്? ഒരു 14-15 കുഞ്ഞു പീസുകൾ ഇതിലുണ്ട്. ബാക്കി മാറ്റി വെച്ചേക്കുക, നാളെ ഒരു കറി വയ്ക്കാം.
നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തു, വെള്ളമൊന്നും ഒഴിച്ചില്ല. അപ്പോൾ ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച്, കുക്കറല്ല ഫുള്ളായിട്ട് അടയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് അതിനൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വിടാം. ഇച്ചിരി തൈര് ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിക്കാം. രണ്ട് ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം വെച്ചാൽ ഇച്ചിരി ഞാൻ നിർത്തി. ചിക്കനിൽ എന്തായാലും കുറച്ച് വെള്ളം കാണും. ഇച്ചിരി ലൈം ജ്യൂസ് മതി. ഇപ്പം എല്ലാം ടേസ്റ്റ് ചെയ്തു, എല്ലാം കറക്റ്റാണ്. അങ്ങനെ എരി കുറവാണെന്ന് തോന്നി. ഇച്ചിരി മുളക് പൊടി ഇടുക, നമ്മൾ നെയ്യുടെ സ്പൂൺ കൊണ്ട് നോക്കട്ടെ, അതിന് ക്ലീൻ ആവുകയും ചെയ്യും. ഇനി കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചു, ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓഫാക്കാം. അത്ര ബിരിയാണി റെഡിയായി. ഫസ്റ്റ് വിസിൽ വന്നു, ഓഫാക്കി. ആൻഡ് ഇഷാനി ബേബി ആൻഡ് അമ്മു are going for movie. ഇത് സ്നിക്കേഴ്സ് അമ്മുവിന്, ട്വിക്സ് ഇഷാനി കുട്ടിക്ക്. I don't like nuts. ഇഷാനി I don't like nuts and chocolates. നട്ട്സ് ഉള്ള ചോക്ലേറ്റ്സ് ഇവർക്ക് ഇഷ്ടമല്ല. ഇഷാനിയുടെ ഫേവറേറ്റ് അല്ലേ ബൗണ്ടി? Go enjoy the movie. Bye. Bye. അപ്പോൾ ഇന്നിപ്പോൾ ഓസി തന്വിയായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ശരിക്കും നമ്മൾ സർപ്രൈസൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ പല സർപ്രൈസുകളും അത്ര വലിയൊരു സർപ്രൈസ് ആയിരിക്കത്തില്ല. പക്ഷേ ഇന്നത്തെ സർപ്രൈസ് അവർക്ക് ശരിക്കും സർപ്രൈസ് ആയിരിക്കും. ബിക്കോസ് അവർ ആ 26th വേണ്ടി കാത്തിരിക്കുമായിരുന്നു തന്വി വരാൻ. മെയിൻലി എൻ്റെ അനിയത്തിയുടെ മോൾ തന്വി 11th സ്റ്റാൻഡേർഡും 12th സ്റ്റാൻഡേർഡും ഇവിടെ ട്രിവാൻഡ്രത്ത് അമ്മയുടെ കൂടെ നിന്നാണ് പഠിച്ചത്. അതുവരെ ചെന്നൈയിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് തന്വിയോട്. അപ്പോൾ തന്വി കാനഡയിൽ പോയിട്ട് ഇപ്പോൾ വരുന്നതുകൊണ്ട് വെയിറ്റിംഗ് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. സോ ഇന്ന് ശരിക്കും സർപ്രൈസ് ആയിരിക്കും. എനിക്കാണ് ഓസി അങ്ങോട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. അതവർ വിശ്വസിക്കുന്ന വല്ല കള്ളമായാൽ മതിയായിരുന്നു, ആർക്കറിയാം. അവർക്കല്ലെങ്കിൽ ഇനി ചോദിക്കണം ഓസി എന്തെങ്കിലും വിളിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ അവരൊരു 6 മണിയാകുമ്പോഴേ ഗേറ്റൊക്കെ പൂട്ടി അകത്ത് പോയി സീരിയലൊക്കെ കണ്ട് അങ്ങനെ അവർ കാണുന്ന ഏതോ ഒരു ചാനൽ എപ്പോഴും കാണുമല്ലോ, ഫ്ലവേഴ്സ് TV ആണെന്ന് തോന്നുന്നു. അതിലേതോ പാട്ട് പ്രോഗ്രാമാണ്, കുട്ടികളുടെ പാട്ടൊക്കെ അല്ലേ, അതൊക്കെ കാണും. പിന്നെന്ത് പറ്റിയെന്നല്ല, ഇവിടെ മ്യൂസിക് ഇച്ചിരി വോളിയൂം കുറച്ച് വെച്ചേക്കണം. ഇന്നലെ ഇഷാനിക്ക് ഒരു കൊളാബറേഷൻ ഷൂട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലത്തെ ഷൂട്ട്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന പ്രോബ്ലവും. അങ്ങനെ നമ്മുടെ പയ്യന് ജോബിന് വന്ന് അതുവരെ വിട്ടിട്ട് ചോദിച്ചു, ഒരു 1 hour കുറച്ച് ഇടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരൊക്കെ ശരി അങ്ങനെ കുറച്ച് അങ്ങനെ ആ ടൈമിൽ ഞങ്ങൾ സ്പീഡിന് ഷൂട്ട് ചെയ്തു. ചടപടേന്ന് വേഗം ഷൂട്ട് ചെയ്ത് പണി നിർത്തും. നല്ല കൊതുകുണ്ട് കേട്ടോ ഇവിടെ. കൊതുകും ഇപ്പം 2 ദിവസമായിട്ട് ഒരു തരം കുഞ്ഞ് ഈ കമ്പിളി പുഴുണ്ടല്ലോ, ഈ ആട്ടാമ്പുഴു എന്ന് പറഞ്ഞ കുഞ്ഞ് സാധനം, ഫറൊക്കെ ഉള്ളത്, അതിവിടെ കിടന്ന് ഇങ്ങനെ ഓടുക. ചെരുപ്പൊക്കെ ഇവിടെ ഊരിട്ട് കയറി പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ചെരുപ്പിൻ്റെ മുകളിൽ കിടന്നിരിക്കുന്നത്. മെനിങ്ങാന്ന് ഇഷയുടെ കാലിൽ ഇതുപോലെ ഒരു കാലിൽ ഭയങ്കര റാഷ് വന്നു. ഇപ്പം എനിക്ക് പിടികിട്ടി എന്താണെന്ന്. ഇതുപോലെ പുറത്തു വല്ല കൊറിയർ വന്നപ്പോൾ വെളിയിൽ കിടക്കണം ചെരുപ്പിട്ട് അങ്ങോട്ട് പോയി കാണും. ഈ സാധനം കടിച്ചതായിരിക്കും കേട്ടോ. ഞങ്ങളൊന്ന് കുറേ ആലോചിച്ചു. ഡോക്ടറിന് കാലിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. ഡോക്ടറെ ഒരു വല്ലാത്ത റാഷ്, ഇത് എന്തായിരിക്കും ഒരു കാലിൽ മാത്രമുണ്ട് റാഷ്. ഇപ്പം എനിക്ക് പിടികിട്ടി. ഇവിടെ എപ്പോൾ നോക്കിയാലും ഈ സാധനം വന്ന് ചെരുപ്പ് കയറിയിരിക്കുന്നു. പിന്നെ ഞാനതൊക്കെ മാറ്റി ഞാൻ വീണ്ടും കഴുകിയൊക്കെ ഇടും. അപ്പോൾ ഓക്കെ, അകത്തോട്ട് പോട്ടെ. ഇന്ന് ഒരു കാര്യമില്ലാതെ എനിക്ക് എൻ്റെ കാല് എവിടെയും ഉളുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല.
പക്ഷേ എൻ്റെ കാലിൻ്റെ ഒരു പോർഷനിൽ സഹിക്കാൻ വയ്യാത്ത വേദന. എനിക്ക് ഓർത്തിട്ടും പിടി കിട്ടുന്നേ ഇല്ല എന്താ പറ്റിയെന്ന്. പക്ഷേ ഭയങ്കര വേദന. ഇനി രാത്രി ഓസിയെ കൊണ്ടൊന്ന് തടവിപ്പിക്കണം. അപ്പോൾ നമുക്കിനി അകത്ത് പോകാം. ടെറസിൽ പോയി തുണി എടുത്തില്ല, മടി തോന്നുന്നു. ഓരോരുത്തരും ഇരുന്നിട്ട് പോകുമ്പോൾ കുഷനെല്ലാം കുളമാക്കിയിട്ട് പോകും. ഇതിനെ തിരിച്ചെടുത്ത് പൊസിഷനിൽ പകൽ വെക്കുന്നത് എൻ്റെ അമ്മൂൻ്റെയും ജോലി. രാത്രി മാത്രം ഇഷാനി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇവിടെ എല്ലാം നീറ്റായിട്ട് എല്ലാം വെച്ചിട്ട് പോകും. ഇത് നോക്കിയേ, ഞങ്ങളുടെ മുമ്പത്തെ എൻ്റെ ഡ്രൈവറുണ്ട് ബിനീഷ് കൊണ്ട് തന്നതാണ് കുറേ പൂ. ഇത് പിന്നെ അതെ പിന്നെ ഈ ബേബി ബ്രെത്ത്. ഈ ഇരിക്കുന്നത് നമ്മൾ പണ്ട് ആംസ്റ്റർഡാമിൽ നിന്ന് വാങ്ങിച്ച ട്യൂലിപ്പാണ്, ആർട്ടിഫിഷ്യലാണ്. ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ തോന്നുന്നു കുറച്ചുകൂടെ വാങ്ങാമായിരുന്നു. ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് ഞങ്ങൾ കുറച്ചേ എടുത്തോളൂ. ലൈക്ക് ഒരെണ്ണം ഇത്ര ഒന്ന് വെച്ചിട്ടൊരു റേറ്റ് ആയതുകൊണ്ടേ കുറച്ചെടുത്തു. ഇപ്പം സോ ബ്യൂട്ടിഫുൾ. ഇനി എന്തെങ്കിലും പോകും. അതായത് ബേബി ബ്രെത്തിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ ശരിക്കും പൂരിക്കുന്ന പോലെ ഉണ്ടല്ലേ. പിന്നെ ആയിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലെ പൂ. കിച്ചുവിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ആരോ വന്നു, മുകളിലോട്ട് പോയി. അല്ലെങ്കിൽ കിച്ചു ഇപ്പം ബിരിയാണി കഴിക്കാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞതാണ്. സമയം 8:20 അവരൊന്നും എത്തിയില്ല. ഓസി അശ്വിനും ഡ്രൈവറും നമ്മളെ ജോബിനും കൂടെയാണ് തന്വിയെ വിളിക്കാൻ പോയത്. എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു തന്വിയുടെ ലഗേജ് എന്തോ എത്തിയില്ല. അതെന്തോ ടൊറോണ്ടോയിലോ മറ്റോ സം കൺഫ്യൂഷൻ. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഡൽഹി ഫ്ലൈറ്റിലോട്ട് കയറ്റി വിട്ടില്ല. അതിനി ഒരു 4-5 ദിവസം എടുക്കുമെന്ന് കേൾക്കുന്നു. എന്താണോ എന്തോ. തനിക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുട്ടിയുടെ എല്ലാ ക്ലോത്ത്സും വരാറാണ്. എന്താ ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി ഇതുപോലത്തെ കേസസ് കേട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് കേസ് കേട്ട് വരുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ അദിതി റാവു ഹൈദരി എന്ന് പറഞ്ഞ ആ ആക്ട്രസ് ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ലണ്ടനിലെ മറ്റേ എയർപോർട്ടിൽ എത്രയോ മണിക്കൂറായിട്ട് അവരെ പെട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ പരിചയമില്ലാത്ത നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മുടെ പെട്ടി ഒന്ന് കണ്ടു കഴിയുമ്പോഴാണ് ആശ്വാസം കേട്ടോ. ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ 10 ദിവസം ഒരു ട്രിപ്പിനൊക്കെ നമ്മൾ പോകുമ്പോൾ ഇതുപോലെ നമ്മൾ പെട്ടി അവിടെ മിസ്സായി ഇവിടെ മിസ്സായി എന്ന് പറഞ്ഞിട്ട് പെട്ടി ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇടാനുള്ള മുഴുവൻ ഡ്രസ്സും അതിലായിരിക്കത്തില്ലേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഇതുപോലത്തെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രിയിലോ അങ്ങനത്തെ UK അതുപോലത്തെ സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് ഇടാനായിട്ട് ഒരാഴ്ചത്തെ ഡ്രസ്സ് വെളിയിടുന്നതും വീട്ടിലിടുന്നതും കോട്ടും എല്ലാം കൂടെ വാങ്ങണമെങ്കിൽ എത്ര രൂപയാവുമെന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ വില കൂടിയ മറ്റേ വിൻ്റർ ക്ലോത്ത്സും ഒക്കെ കൊണ്ടായിരിക്കില്ലേ പോകണം. ഇതൊക്കെ മിസ്സായ എന്താണെന്ന് അറിയത്തില്ല. ഈ അടുത്ത കാലത്തായിട്ട് ഇതുപോലത്തെ മിസ്സിങ് വളരെ 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 കൂടുന്നുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 35ഓളം വർഷം മുമ്പ് ഒരിക്കൽ ഞങ്ങളുടെ മസ്കറ്റിൽ നിന്ന് വയ ബോംബെ വഴിയോ സംതിങ് ചെന്നൈയിലോട്ട് നമ്മൾ വന്ന ഫ്ലൈറ്റിൽ നമ്മുടെ ഒരു പെട്ടി മിസ്സായി. അന്ന് ആ പെട്ടി ഏതോ സിംഗപ്പൂറോ അങ്ങനെ എങ്ങോട്ടോ പോയിട്ട് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഈ മൊബൈലും ഒന്നും ഇല്ലാത്ത ആ ഒരു കാലത്തൊക്കെ ഇതുപോലൊരു മിസ്സിങ് ഒക്കെ സംഭവിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകുന്നതും അതിന് ഫോളോ അപ്പ് ചെയ്യുന്നതും ഒക്കെ വളരെ ഒരു ടീഡിയസ് പ്രോസസ്സായിരുന്നു. ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നൊക്കെ നമുക്ക് മൊബൈലിൽ കൂടെയും മെയിൽ അയച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് വളരെ കംഫർട്ടബിൾ ആണല്ലോ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇസ് എക്സ്ട്രീംലി കംഫർട്ടബിൾ ആൻഡ് വെരി ഈസി നവഡേയ്സ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഡാഡി ഒരു 3-4 ദിവസം അതിന് വേണ്ടി പോകുന്നു വരുന്നു, അവസാനം കിട്ടി. പക്ഷേ എന്നാലും അന്ന് ഇറ്റ് മെയ്ഡ് അസ് റിയലി സാഡ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഐ ഡോണ്ട് നോ, ഇപ്പോൾ എല്ലാം കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിയലി ബാഡ്. ഐ ഡോണ്ട് നോ. ഇപ്പോൾ എന്തായാലും കടയിൽ ഞാൻ പറഞ്ഞു ലുലു മോളിലോട്ട് അവിടെ ആകുമ്പോൾ ഇഷ്ടമുള്ള കടകളുണ്ടല്ലോ. അപ്പോൾ ഓസി എനിക്ക് തോന്നുന്നു വേറെ എങ്ങോട്ടാണ് പോയി. മോൾ ഓഫ് ട്രാവൻകൂറിൽ സുഡിയോ ഉണ്ട്. ഓസിയുടെ ഫേവറേറ്റ് കടയാണ് സുഡിയോ. അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടോ. ഇനി അത്യാവശ്യം 3-4 ദിവസം ഇടാനുള്ള തൻവിക്ക് ഇവിടെ വീട്ടിലിടുന്ന ക്ലോത്ത്സൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ കാണും. ഔട്ട് വെയറും അത്യാവശ്യം കാണും. പക്ഷെ കുട്ടിക്കുള്ളത് എന്തായാലും വാങ്ങണം. സോ ഞാനിങ്ങനെ ബിരിയാണി ആക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാണാൻ കൊള്ളാം. ടേസ്റ്റ് എങ്ങനെയാണോ എന്തോ. 3-4 മുട്ട അല്ല 1, 2, 3, 4, 5 മുട്ടയും കൂടെ വെച്ചിട്ടിട്ടുണ്ട്. സാലഡാക്കി ഇച്ചിരി പപ്പടം ഉണ്ടായിരുന്നു. അത് 5-6 പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അതിനെ ഒന്ന് മുറിച്ച് 4 പീസാക്കിയിട്ട് വറക്കണം. എല്ലാവർക്കും തികയും. എന്താ ബേബി? ഇന്നത്തെ ദിവസം TV കിട്ടില്ല. ഞാനാണെങ്കിൽ ഒരു ജൂൺ മാസമൊക്കെ തൊട്ട് ജൂലൈ ആ ടൈമൊക്കെ തൊട്ട് എൻ്റെ മനസ്സിലാഗ്രഹമായിരുന്നു ജിമ്മിൽ പോകണം. ഓസിയുടെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്ക്
മെലിയണം, അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഒന്നും നടന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ഇരുന്നതിനേക്കാൾ ഇച്ചിരി കൂടെ വണ്ണം വെച്ചു എനിക്കൊരു ഡൗട്ട്. പാരൻസ് വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഇടയ്ക്കൊന്ന് ക്ഷീണിച്ചു. ബിക്കോസ് ഐ വാസ് ലൈക്ക് ഡൂയിങ് കുറച്ച് ഞാൻ ഈ വീട്ടിലെ പണി പിള്ളേരുടെ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ അവർക്കും കൂടെ വേണ്ടി ടേക്കിംഗ് എ ലോട്ട് ഓഫ് എക്സ്ട്രാ എഫേർട്ട്. സോ ലൈക്ക് പലപ്പോഴും ലൈക്ക് ഐ വിൽ ബി സംടൈംസ് സ്കിപ്പിംഗ് മൈ ഫുഡ്. എപ്പോഴെങ്കിലും ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പോൾ രാവിലെ ഹൻസിന് വിടാൻ പോകുമ്പോൾ ഞാനങ്ങ് കഴിക്കാൻ ചിലപ്പോൾ അങ്ങ് വിടും. എന്തെങ്കിലും 2 പീസ് ഓട്ടം വല്ലതും കഴിച്ചിട്ട് പോകും. പിന്നെ ഞാൻ വരുമ്പോൾ പിന്നെ കഴിക്കാൻ മൂഡില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഒരു ഫ്യൂ മീൽസൊക്കെ ഇടയ്ക്കൊന്ന് സ്കിപ്പൊക്കെ ചെയ്തപ്പോൾ കുറച്ചൊന്നും മെലിഞ്ഞ പോലെ തോന്നി. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ തീറ്റയ്ക്കൊന്നും ഒരു കുറവും ഇല്ലാത്തത് കൊണ്ടും ഞാൻ കുറച്ച് വണ്ണം വെച്ചിരിക്കുന്നു. വെരി സാഡ് ഒട്ടു. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന അവിടെ ഞാൻ ശാന്തിനീൻ്റെ പറയും ഞാൻ പറയും ഷൈനി, എനിക്ക് അത്ര വലിയ വർക്കൊന്നും ഓവറായിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ, എനിക്ക് ഇച്ചിരി ചെയ്ത് എൻ്റെ ബ്ലൗസിലൊന്നും. അപ്പോൾ അവർക്ക് നന്നായിട്ട് നമ്മുടെ ഡ്രസ്സിൽ വർക്കൊക്കെ ചെയ്യണം, ബ്ലൗസിലൊക്കെ ഭയങ്കരമായിട്ട് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും പിള്ളേരുടെ കയ്യിലൊക്കെ ചെയ്തോ, എൻ്റെ കയ്യിലൊരു ഇച്ചിരി ഒരു പേരിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മതി. എൻ്റെ സെല്ലാറിലൊക്കെ ഞാൻ പറയും എനിക്ക് കുറച്ച് ചെയ്താൽ മതി, എനിക്ക് ഒരുപാടൊന്നും ചെയ്യണ്ട, എനിക്ക് ഇച്ചിരി ചെയ്താൽ മതി, എന്തായാലും ഞാനല്ലേ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാടൊന്നും ചെയ്യണ്ട, എനിക്ക് സിമ്പിളായിട്ട് ഇരുന്നാൽ മതി, എനിക്ക് ഒട്ടും എനിക്ക് വേണ്ടി ഒരുപാട് ഒന്നും ചെയ്യണ്ട. എന്താ അപ്പച്ചി? ചെക്കനാ? ഓ അതാ, അത് പഴയ വീഡിയോ അപ്പച്ചി കാണാം. അത് ജിത്തിൻ പുത്തഞ്ചേരി, മറ്റേ റിയ, ഇത് മറ്റേ നൂറിൻ്റെയൊക്കെ കല്യാണത്തിന് അമ്മ ചെയ്തതാണ്. അതിനെ ചെയ്തതാണ്. അപ്പച്ചി നോക്കിയപ്പോൾ അമ്മൂൻ്റെ ഏതൊരു വീഡിയോ. അപ്പച്ചി ചോദിച്ചു ഇന്നലെ മറ്റോ അമ്മ എവിടെയോ പോയി ഡാൻസ് കളിച്ചത്. അത് പണ്ടത്തെ ഒരു വർഷം പഴയ കല്യാണ വീഡിയോ. അതിന്ന് ജിത്തിൻ പുത്തഞ്ചേരി പുള്ളിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ ഇട്ട വീഡിയോ. അപ്പച്ചി ഭയങ്കര ടെക്കായി. ഞാൻ പറഞ്ഞില്ലേ 24 മണിക്കൂർ ഇത് തന്നെ പണി, ഫുൾ ടൈം ഇതൊക്കെ ഇങ്ങനെ നോക്കി നമ്മളറിയാത്ത ന്യൂസൊക്കെ കൊണ്ടുവരും, അത് ഇത് എന്നൊക്കെ പറഞ്ഞു ഫുൾ ടൈം. അപ്പച്ചിയും എൻ്റെ ഡാഡിയും അമ്മയും ദർ ഓൾ ഫുള്ളി ഇൻ ദ മൊബൈൽ ആൻഡ് അവരുടെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ യൂട്യൂബിലൊക്കെ വരുന്ന കുറേ വീഡിയോസ് ഉണ്ടല്ലോ, ലോട്ട് ഓഫ് മേഡപ്പ് സ്റ്റോറീസ്, ഒരുപാട് പലതും വിശ്വസിക്കും. അപ്പം ഞാൻ പറയും അയ്യോ ഡാഡി അങ്ങനെയല്ല, ഈ ഒത്തിരി വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് ആരെങ്കിലുമൊക്കെ കുറച്ച് മസാലയൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടും. അത് അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയാണ്. ആ കാണുന്ന വീഡിയോസൊക്കെ എല്ലാം വിശ്വസിക്കരുത്, മറ്റുള്ളവരുടെ ഒന്നും വിശ്വസിക്കരുത്. അതിലൊരു എന്തെങ്കിലും ഒരു 5% ഒന്നും എടുക്കാവോ, അല്ലാതെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയണമെങ്കിൽ വിശ്വസിക്കുകയേ ചെയ്യുന്നത് ഞാൻ പറയും. എന്നിട്ട് പിന്നെ പറയും അങ്ങനെ അതറിഞ്ഞില്ലേ ഇതറിഞ്ഞില്ലേ. ഞാൻ പറയും അയ്യോ അത് യൂട്യൂബിൽ കണ്ടതാണോ. ഇങ്ങനെ ഒത്തിരി വീഡിയോസ് ഞങ്ങളുടെയൊക്കെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ അവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊക്കെ വെച്ചിട്ട് ലൈക്ക് അതേഴ്സ് മേക്ക് എ ലോട്ട് ഓഫ് വീഡിയോസിന്. ചിലപ്പോൾ നമ്മളങ്ങ് മൈൻഡ് ചെയ്യത്തില്ല, എന്തോ ആവട്ടെ. കിച്ചു പറയും നമ്മൾ വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും 4 കാശുണ്ടാക്കാൻ പറ്റണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറയും. എൻ്റെ ഫോണിൽ ഇഷാനി കിടന്ന് വിളിക്കുന്നു, ഞാൻ കോളൊന്നും എടുത്തോട്ടെ. എന്തായി അവരെല്ലാം എത്തിയോ എന്ന് അന്വേഷിച്ചാണ് ഇഷാനി സിനിമയുടെ ഇടയിൽ വെച്ച് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അങ്ങനെ ഇപ്പോൾ കടയിൽ നിൽക്കുകയാണ് ഓസി. അപ്പോൾ പറഞ്ഞു ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം, ബാക്കിയൊക്കെ നാളെ പോയി വാങ്ങിക്കാം എന്നിങ്ങനെ പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ, ലൈക്ക് ഐ എം വെരി ആംഗ്രി, വെരി അപ്സെറ്റ് വിത്ത് ഏത് ഫ്ലൈറ്റ് ആയിരുന്നത് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്താ ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്, വെരി ബാഡ്. ഇങ്ങനെ ആകാൻ പാടില്ല. ലൈക്ക് എത്ര രൂപയാണ് മറ്റേ ടിക്കറ്റിനൊക്കെ കൊടുത്തിട്ട് ഈ ഇതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ ആര് കൊടുക്കും? വിൽ ഇറ്റ് റീച്ച് ഓൺ ടൈം ആൻഡ് ഒന്നും അറിയില്ല. ഏത് ഫ്ലൈറ്റിലാണ് തന്നെ വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ചോദിച്ച കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, കുഞ്ഞു പേഴ്സ് മാത്രമേ ഉള്ളത്. തൻവിയുടെ കുഴപ്പമില്ല, അവിടെ നമ്മുടെ വല്ല പഴയ പിള്ളേരുടെയൊക്കെ ഡ്രസ്സ് എടുത്തിടാം, വീട്ടിൽ തൻവിയുടെ ജീൻസും എല്ലാം കാണും. പക്ഷെ കുഞ്ഞെന്തോ ചെയ്യും? ഓസി പറയാം കുഞ്ഞിന് ഇച്ചിരി തടിയുണ്ട്, ഓസിയുടെ ഷോർട്സൊക്കെ കയറുമായിരിക്കും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവർ വരാൻ വേണ്ടിയിട്ട്. ഹൻസുവിൻ്റെ ഒരു ഡാൻസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന്. അവളുടെ ഒരു കോളേജിലെ ഡാൻസിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് കുറേ നാളായി വ്ളോഗ് ഇട്ടിട്ട്. ഇന്ന് അമ്മുവും ഒരുപാട് ദിവസത്തിന് ശേഷം അമ്മു എന്നൊരു വീഡിയോ ഇട്ട് അപ്പനും അമ്മൂമ്മയൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ. അത് വളരെ സിമ്പിൾ ആൻഡ് ഓർഗാനിക്കായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഡൂയിങ് വെൽ. നല്ല വ്യൂസ് ഉണ്ട്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നുന്നു.
ഞാനിങ്ങനെ ഇവർ വന്ന് ഇവർ ഫുഡൊക്കെ കഴിച്ച് പോയിട്ടൊക്കെ കുളിക്കാമെന്നൊക്കെ പറയുകയാണ് ഞാൻ ഇരുന്നത്. പക്ഷെ ഇവരെ കാണുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് പോയി കുളിച്ചാലോ. ഐ ഫീലിംഗ് സോ ടയേർഡ്. ഒരു കാര്യമില്ലാതെ എൻ്റെ കാലിനൊരു വേദന കേട്ടോ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കാര്യമില്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും. ഹൺസൂനൊക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ വരും മൂക്കിലൊരു കുരു സ്ഥിരമാണ്. ഇഷാനിക്ക് ഇന്നലെ കാറിൻ്റെ ഡോറിൻ്റെ ഇടയിലായി അവളുടെ ഒരു നഖം ഒടിഞ്ഞുപോയി. ഈശാനിയാണെങ്കിൽ നഖമെല്ലാം വളർത്തി നല്ല അടിപൊളി പെർഫെക്റ്റായിട്ട് വെച്ചിട്ടിരിക്കുന്നതാണ്. കാരണം ഒത്തിരി ഈ കൊളാബറേഷൻ ഷൂട്ട്സൊക്കെ ചെയ്യുമ്പോൾ വിരലൊക്കെ നന്നായിട്ട് കാണുമല്ലോ, നമ്മൾ ഈ പ്രോഡക്റ്റ്സ് എടുക്കുന്നു, വെക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഫിംഗേഴ്സൊക്കെ കുറച്ച് ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇഷാനിയുടെ ഫിംഗേഴ്സും നെയിൽസും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നലെ കാറിൻ്റെ ഇടയിലായി ഒരു വിരലിൻ്റെ നഖം ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആൾ വളരെ ദുഃഖിച്ചിരിക്കുമായിരുന്നു ഇവിടെ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പാട്ടുണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ടിൽ. ഞാനിപ്പോൾ നിർത്തട്ടെ. ഇതാണ് ഹസീനയുടെ ഒക്കെ അവിടെ ആക്കുന്ന ഒരു ഈസി ബിരിയാണി. എന്താ പരാതി പറയാൻ വന്നിരിക്കുക. എന്താ ഫുഡ് കിട്ടിയില്ലേ? കിട്ടി. പിന്നെ എന്തിനാ പരാതി? ചുമ്മാ എന്ത് രസം നോക്കി, എന്ത് രസമാണ്. എന്താണ്? ഹലോ, എന്താടാ വ്ലോഗ് എടുത്തോണ്ടിരിക്കും. ഫുഡ് കഴിക്കാൻ പോകണം, ബിരിയാണി കഴിക്കാൻ പോവാണ്. ഞാൻ വിചാരിച്ചു രാത്രിക്ക് വെച്ച് ഡയറ്റാണ്. ഇതൊക്കെ നമ്മളെപ്പോഴും വിചാരിക്കും, എപ്പോഴും ഞാനിങ്ങനെ നമ്മുടെ മനസ്സിലെപ്പോഴും വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കും. അപ്പം നമ്മൾ പക്ഷേ ഭക്ഷണം കാണുമ്പോൾ നമ്മൾ ആലോചിക്കും നാളെ രാവിലെ വ്യായാമം ചെയ്യാമല്ലോ. രാവിലെ എണീറ്റ് വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും ഇന്ന് രാത്രിയൊക്കെ ഫുഡ് കുറയ്ക്കാം, ഇങ്ങനെ രാത്രി ഫുഡ് കുറയ്ക്കാം, രാവിലെ വ്യായാമം ചെയ്യും. ഇങ്ങനെ ചിന്തിച്ച് തന്നെ എത്രയോ വർഷങ്ങളായി. ഇനി ഇടയ്ക്ക് വ്യായാമമൊക്കെ നടക്കും. ഈ പറഞ്ഞ പോലെ ഭക്ഷണം സീ ഫുഡ് എന്ന് പറയും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം സീ ഫുഡാന്ന് പറയും. അപ്പം ഞാനത് കേട്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഇപ്പോഴാണ് സീ ഫുഡ് കാണുന്നതാണ് പ്രശ്നം, കണ്ടാൽ കഴിച്ചു പോകും. സീ ഫുഡ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം. ഫുഡ് കാണാതിരുന്നാൽ കുഴപ്പമില്ല. ഞാൻ ആദ്യം വെച്ചിട്ട് മീൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. സീ ഫുഡാണ് വിഷയം. എൻ്റെ ബിരിയാണിയാണ് ഇന്നത്തെ പ്രശ്നം. അത് ഭക്ഷണത്തിന് സ്മെല്ല് നമ്മളെ ഭയങ്കരമായിട്ട് അരോമ, ഈ ഒരു സാധനം നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ സാധാരണ നേരത്തെ കഴിക്കുന്നില്ല. ലേറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വിശപ്പ് കൂടുമ്പോഴത്തേക്ക് കഴിക്കാനുള്ള സ്പീഡ് കൂടും, എല്ലാം കൂടിപ്പോകും. അതിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട് ക്ലാരിറ്റി. ഫാൻ്റെ നേരെ മൂട്ടി വന്നിരുന്ന ഫാൻ്റെ ഇരപ്പ് കാരണമാണ് നമ്മുടെ സംസാരം ക്ലിയർ ആവാത്തത്. അത് വലിയൊരു വിഷയമാണ്. അതുപോലെ ഈ AC ഇരിക്കുന്നിടത്തും ACയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ACയുടെ ബ്ലോ വന്ന് ഫോണിൽ തട്ടുമ്പോഴത്തേക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. അപ്പം നമ്മുടെ സംസാരത്തിൻ്റെ ക്ലാരിറ്റി കുറയും. ഇത്രയും വിവരമുള്ള ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അല്ലല്ല, അത് പണ്ട് നമ്മൾ പല ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ എന്ത് മനോഹരമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ ചന്ദ്രനെ ഓർക്കും. CR ചന്ദ്രൻ. നമ്മുടെ ചെറിയ സീരിയൽ ജീവിതത്തിലൊക്കെ എത്ര മിടുക്കന്മാരായ ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സാധാരണ നമ്മൾ സ്പോട്ടിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഡബ്ബിങ് വരുമല്ലോ. അപ്പോൾ അന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോകണം, അതുവരെ നമ്മൾ വിചാരിച്ചാൽ എല്ലാം കാണാതെ പഠിച്ച് പറയണം. അപ്പോൾ എനിക്ക് ഇത്രയും ബൾക്കായിട്ട് ഡയലോഗ് ഉള്ളതുകൊണ്ട് ഞാൻ ചന്ദ്രൻ ഇത് ഡബ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നു. ആ സാറിനെ ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് തരാം സൈഡിൽ നിന്ന്. ഞാൻ അതൊക്കെ ഞാൻ സൗണ്ട് വരില്ലേ? ഇല്ലില്ല, ഗേറ്റ് വേ എന്തോ പറഞ്ഞത് കട്ട് ചെയ്യാം. അതായത് മൈക്കിൻ്റെ ഇത്രയും ഭാഗത്തിന് അപ്പുറത്തുനിന്നുള്ള സൗണ്ടുകൾ വരില്ല. അദ്ദേഹം അന്ന് ഇതിനകത്ത് എക്സ്പേർട്ടായിരുന്നു. അത്ര മിടുക്കനായൊരു ടെക്നീഷ്യനായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്നൊരു 25-30 വർഷത്തിനകത്ത് മുമ്പ് നടന്നൊരു കാര്യമാണ്. അന്ന് ആരും സൈഡിൽ നിന്ന് പറയുന്നു, ഞാൻ പടപട ഡബ് ചെയ്യുന്നു. അന്ന് രാത്രി ട്രെയിനിൽ കയറി പോകുന്നു. സ്വിഗ്ഗി വന്നു എന്ന് തോന്നുന്നു, പോയി മെസ്സേജ് വന്നു. ഞാൻ പോട്ടെ, എനിക്കും വിശക്കുന്നു. തന്നിക്ക് കൊണ്ടുപോകാനായിട്ട് കോഫി പൗഡർ ഓർഡർ ചെയ്തതാണ്. അമ്മയുടെ വീട്ടിൽ കോഫി പൗഡർ തീർന്നിരിക്കുമായിരുന്നു. എന്നോട് 2 ദിവസം തൊട്ട് പറയുന്നു. പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ കടയിൽ കയറുമ്പോൾ മറക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ വാങ്ങി വെച്ചാൽ കൊടുത്തു വിടാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയത്. അവർ നേരെ ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോകുന്നൊന്നും എനിക്കറിയത്തില്ല. ഹലോ, who is this? ആദ്യമായിട്ട് എല്ലാരും കാണുന്നു. അത് കുറച്ചൊക്കെ അറിയാം. അങ്ങനെയല്ലേ കഴിക്കണ്ടേ? ഉമ്മക്കായി വെച്ചാണ് കഴിക്കണേട്ടാ. കൊഞ്ചച്ചാണ്
Mummies and daddies do you have? I need the complete list. പ്ലേറ്റിന് പുറത്ത് വെച്ചാൽ കഴിക്കും. പ്ലേറ്റിന് പുറത്ത് വെച്ചാൽ കഴിക്കുന്നത് ചോറാണ് കഴിക്കുന്നത്. ആൾക്ക് ചോറ് സ്പൂൺ വെച്ച്. ആണോ ഓണസ്റ്റ് ആയിട്ടാ? നോ. അവൻ മലയാളമാണോ പറഞ്ഞാ? അല്ല ഇവൻ പക്ഷെ അപ്പൂപ്പന്റെ അടുത്ത് പറഞ്ഞു പിന്നെ കാണാം. ഇതിനകത്ത് പറയാ പിന്നെ കാണാം. അപ്പൊ മലയാളം അറിയാം. അമ്മൂമ്മയാണ് ഇഷ്ടപ്പെട്ടത്. ലൈറ്റ് കളറിംഗ്. ഹൻസുവിന്റെ ബേബിയാ. ആ ബേബിയെ കാണിക്കുന്നില്ല. സ്ലീപ്പി. അവൾ ഉറങ്ങിയിട്ടേ ഇല്ല. ഇത് അശ്വിന്റെ ആരോ ബന്ധുവൊക്കെ. അങ്ങനെ ഇവൻ ആരുമാണെന്ന് വിചാരിച്ചാണ്. Okay, relax. Did you say yuck? Are you done? Are you tired? ഇവൻ പെട്ടെന്ന് ആരും അവര് നോക്കിയപ്പോഴേ ചെവി കമ്മലും ഉണ്ട്. എനിക്കും കാണണം ഒന്നുകൂടോ. അപ്പൊ ആരും അങ്ങ് ഉറപ്പിച്ച് കാണും. അപ്പൂപ്പനെ കോൺഫിഡൻസ് നോക്കിയോ? മനസ്സിലായി. ഞാൻ അകത്ത് കയറി വന്നില്ല. അതുകൊണ്ടാ അവര് ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു മോളെന്ന് വാങ്ങിയിട്ട് വന്നതാ സാധനങ്ങളൊക്കെ തൽക്കാലം ഇടാൻ. ഇതുവരെ ഉറക്കം എണീറ്റില്ലല്ലോ. ബേബി സ്ലീപ്പിംഗ്. തൻവിയും ഓസിയും ലിയാനും കൂടെയാണ് ഇന്നലെ ഒരുമിച്ചൊരു ബെഡിൽ കിടന്നത്. നല്ലപോലെ ഉറങ്ങും. ഐ തിങ്ക് അവർക്ക് ഭയങ്കര ജെറ്റ് ലാഗായിരുന്നു കാണും. എനിക്കിന്ന് രാവിലെ ഉറക്കം എണീറ്റപ്പോൾ തൊട്ട് സഹിക്കാൻ വയ്യാത്ത തലവേദന എന്ന് വെച്ചാൽ അൺബെയറബിൾ. അങ്ങനെ ഞാനിങ്ങനെ മിഡിൽ പാർട്ടിങ് ഒക്കെ എടുത്തൊന്ന് വെച്ചേക്കുക. ഇഷാനി ഒന്ന് വന്നിട്ട് വേണം എനിക്കൊന്ന് തല മസാജ് ചെയ്ത് തരാൻ. ഇന്നലത്തെ ബിരിയാണിയൊക്കെ ഒത്തിരി ബാക്കി വന്നു. അപ്പോൾ ഇന്നത് ചൂടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറി വയ്ക്കാനെടുത്ത് ഇതുമാതിരി കുറച്ച് ചിക്കൻ കറി വയ്ക്കാനെടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അയ്യോ കേട്ടില്ലാതെ കിച്ചുവിൻ്റെ ഏതോ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന ആൾക്കാർ പോയതാണ്. പുറത്തോട്ട് ഇറങ്ങി ആരാന്ന് നോക്കിയാൽ. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഈ ഒരു വീഡിയോ ഇവിടെ എങ്ങും സ്റ്റോപ്പ് ചെയ്യാം. ഇന്ന് അമ്മുവിൻ്റെ ടീച്ചറിൻ്റെ കൂടെ ഒരു സിനിമ, അനിതാ കൃഷ്ണൻ ടീച്ചറിൻ്റെ കൂടെ സിനിമ കാണാൻ പോയിരിക്കുക. വിക്രം പാർവതിയൊക്കെ അഭിനയിച്ചൊരു പുതിയ പടം. എനിക്ക് മനസ്സിലത് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ പോയില്ല. കാരണം വീട്ടിൽ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് ഇവർക്ക് ഉള്ളതുകൊണ്ട് ഞാനങ്ങ് പോയാൽ അതിൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലെ ഈ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ മണിച്ചിത്ത താഴെ മുന്നും പോയപ്പോഴും ഞാൻ പോയില്ല. കാരണം വീട്ടിലെന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ഈ പാട്ട് ഹൈ വോളിയം. അയ്യോ കോപ്പി റൈറ്റ് ദൂരോട്ട് പോട്ടെ. TV ഫുള്ളും ഇതൊക്കെ തന്നെ ന്യൂസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ. So see you all soon in my next video. I hope you all like this video of mine. And ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നല്ല തലവേദന. എനിക്കൊന്ന് ഓയിൽ മസാജ് ആരെങ്കിലും ചെയ്തു തന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നടക്കാൻ ഒരു വഴിയില്ല. വൈകിട്ടെങ്ങാനും പറ്റുവാണെങ്കിൽ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയാൽ എനിക്ക് നല്ലതായിരിക്കും. So all of you all take care. See you all soon in my next video. Okay.